റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെതിരെ മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പേര് എന്തുകൊണ്ട് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല? യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വന്തം മകന്റെ കയ്യിൽ കൊടുത്തുവിട്ട പത്മകുമാറിന്റേത് ഗുരുതര വീഴ്ചയല്ലേ? പോറ്റി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴും താൻ ഉണ്ടായിരുന്നില്ല എന്നും രാധാകൃഷ്ണൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പേര് ഉൾപ്പെട്ടയാളാണ് RG രാധാകൃഷ്ണൻ. സാറേ, പിന്നെ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ ആരോപണ വിധേയരായി പറയുന്ന 9 പേരുടെ പേരിൽ സാറിന്റെ പേരുകൂടി ഉണ്ട്. എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു വീഴ്ച ഉള്ളതായിട്ട് എനിക്കറിവില്ല. കാരണം ഇതിന്റെ വെയിറ്റ് കുറഞ്ഞത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്, ഞാൻ കേട്ടത്. അപ്പൊ ഇതിന്റെ വെയിറ്റിന്റെ വ്യത്യാസം ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അതായത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഉള്ള ഒരു വെയിറ്റോ മഹസറോ കയ്യിലില്ലായിരുന്നു അല്ല? ഇത് ഇല്ല, ഞാൻ അറിയുന്നില്ല. അപ്പൊ അതിനകത്ത് വിവാദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് ചാർജ് എടുക്കുന്നു, എന്റെ ജോലി ഞാൻ നോക്കി പോകുന്നു. 28-ാം തീയതി എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, ഞാൻ ചെന്നൈയിൽ പോകുന്നു, ഇത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ. തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് പോലും എന്നെ അറിയിക്കുന്നില്ല, ഞാൻ അറിയുന്നില്ല, ഞാൻ പോകുന്നില്ല. അപ്പൊ ഒരു SP ചെയ്യുന്ന സ്ഥലത്തും സാറില്ലായിരുന്നു എന്നതൊരു പ്രശ്നമായി പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ പോകുന്നില്ല, ഞാൻ അറിയുന്നില്ല, അറിയിക്കാത്തതുകൊണ്ടാണ് പോയിരുന്നത്. ഇന്ന ഡേറ്റിൽ ഫിക്സ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു അറിവേ ഇല്ലായിരുന്നു. തിരുവാഭരണ കമ്മീഷണർ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന ആൾക്കാര് അത് നേതൃത്വം നൽകി അത് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഓർഡറിനകത്ത്. അതിനകത്ത് എന്റെ പേരില്ല, തിരുവാഭരണ കമ്മീഷണർ പേരില്ല. സാധാരണഗതിയില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ട ആരാ? നമ്മളെ തിരുവാഭരണ കമ്മീഷണറെ അത് എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് അറിയിക്കണം. നമ്മളെ അറിയിക്കണം, ഇത്രാം തീയതിയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയിക്കണമല്ലോ. SP കൊടുത്ത റിപ്പോർട്ടിലാണ് പേരുള്ളത്. SP എന്ത് ബേസിലാണ് ആ റിപ്പോർട്ട് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ദേവസ്വം വിജിലൻസ് ടീം സാറിനോട് ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധപ്പെടുകയോ മൊഴിയെടുക്കുകയോ മറ്റോ ചെയ്തിരുന്നു? നിലവിലുള്ള SP എന്നെ വിളിച്ചു, മൊഴിയെടുത്തു. അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഇളക്കി എടുത്തുകൊണ്ട് പോയ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അല്ലെന്ന് പറഞ്ഞു. ആ മൊഴി ഞാൻ രേഖപ്പെടുത്തി. വേറെ ചോദിച്ചിട്ടില്ല SP? ഇല്ല. അപ്പൊ ഞാൻ അല്ലാത്തതുകൊണ്ട് പുള്ളി അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ. എന്റെ കോടതിയിൽ നിന്നുള്ള ഉത്തരവിൽ എന്റെ പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയാം. ഈ ബോർഡ് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും പേര് എന്തുകൊണ്ട് ചേർത്തില്ല? ജീവനക്കാരുടെ പേര് മാത്രമല്ലേ ഉള്ളൂ ഇപ്പം? ഉള്ളൂ. അപ്പൊ ഈ മെമ്പറും പ്രസിഡന്റും ഇതിനകത്ത് ഉത്തരവാദിയല്ലേ? അല്ല, എന്റെ സംശയം അവരുടെ പേരുകൂടെ അവര് എന്തുകൊണ്ട് കൊടുത്തില്ല? യോഗദണ്ഡും രുദ്രാക്ഷമാലയും എടുത്തുകൊണ്ട് പോയി സ്വന്തം മകന്റെ കൊടുത്ത് പണി ചെയ്ത് വെച്ചു എന്ന് വരെ ഇപ്പം വാർത്ത വരുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളമുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയ ബോർഡ് മെമ്പർമാരുടെയും പ്രസിഡന്റിന്റെയും പേര് എന്തുകൊണ്ട് കൊടുത്തില്ല? അവര് പറയണം അതെന്തുകൊണ്ട് കൊടുത്തില്ല. റഹീസ് റഷീദ്, മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ നേരത്തെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ദണ്ടിന്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല, അവിടെ വെച്ച് തന്നെ തന്റെ മകൻ അത് ശരിയാക്കി കൊടുത്തു. ഇതൊന്ന് ശരിയാക്കാൻ എന്തു ചെയ്യുമെന്ന് തന്ത്രി ചോദിച്ചപ്പോൾ താനത് ചെയ്തു കൊള്ളാമെന്ന് മകൻ ഇങ്ങോട്ട് ഏൽക്കുകയായിരുന്നു. അതിലൊരു കരാറിന്റെ വിഷയമൊന്നും വരുന്നില്ല, ചെറിയൊരു പണിയായിരുന്നു, അത് അവിടെ വെച്ച് തന്നെ ചെയ്തു, അത് അവിടെ തന്നെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ശബരിമലയുമായി തന്റെ കുടുംബത്തിനുള്ള ബന്ധം, ശബരിമലയിലെ പല കാര്യങ്ങളും തങ്ങളുടെ കുടുംബം നടപ്പാക്കുന്നത്, പല കാര്യങ്ങളും നടത്തുന്നത് ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനോട് എങ്ങനെ ചേർത്ത് വയ്ക്കും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എന്താണിപ്പോൾ രാധാകൃഷ്ണൻ പറയുന്നത്? അദ്ദേഹത്തിന്റെ പേരുണ്ട് റിപ്പോർട്ടിൽ, അല്ലേ? സ്മൃതി, ദേവസ്വം വിജിലൻസ് കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ 9 ഉദ്യോഗസ്ഥരുടെ പേരുകളാണുള്ളത്. അതിൽ പേരുൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആദ്യമായാണ് ഒരു മാധ്യമത്തോട് പേരുൾപ്പെട്ടതിന് ശേഷം പ്രതികരണം നടത്തുന്നത്. അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് എന്ത് കൊണ്ടാണ് തൻ്റെ പേര് ഉൾപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ചോദിക്കാൻ കാരണം, ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2019 ഓഗസ്റ്റ് 19 കൊടുത്തുവിടുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ അല്ല.
അത് തിരിച്ചു വെക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ആണെങ്കിലും അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ കാരണം ആരുടെയൊക്കെ സാന്നിധ്യം അവിടെ വേണമെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി എഴുതി ഒപ്പിട്ട ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ തന്റെ പേരില്ലാതെ താൻ എങ്ങനെ അവിടെ എത്തും എന്നതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആകെയുള്ള ബന്ധം ഓഗസ്റ്റ് 28-ന് ചെന്നൈയിൽ വെച്ച് സ്വർണം പൂശുന്ന സമയത്ത് അവിടെ എത്തിയിരുന്നു. സ്വർണം പൂശിയതിന് ശേഷം അതിൽ എത്ര അളവ് സ്വർണമുണ്ട്, ചെമ്പുണ്ട് എന്ന വിവരം മഹസർ തയ്യാറാക്കി എന്നത് മാത്രമാണ് ഇതിലുള്ള ബന്ധം. ഇത് ദേവസ്വം വിജിലൻസിന്റെ SP സുനിൽകുമാർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ മൊഴിയായി പറയുകയും ചെയ്തതാണ്. പക്ഷേ അത്ര ക്ലിയർ ആയി പറഞ്ഞിട്ടും തന്റെ പേര് തിരുവാഭരണ കമ്മീഷണർ എന്ന നിലയിൽ എന്തിന് ഉൾപ്പെടുത്തി എന്നതാണ് ഇദ്ദേഹം ചോദിക്കുന്ന കാര്യം. മറ്റൊന്ന് പത്മകുമാറിനെതിരെ നേരത്തെ സ്മൃതി പറഞ്ഞ കാര്യങ്ങളാണ്. ശരി, റേസ് ഇപ്പോൾ